മുംബൈ പോലീസ് സ്റ്റേഷനിലെ സീനിയർ ഇൻസ്പെക്ടർ പാടുപെടുകയാണ്. എന്തിനാണെന്നോ, തന്റെ കസേരയിൽ കയറിയിരിക്കുന്ന പൂച്ചയെ ഒന്ന് മാറ്റിയിരുത്താൻ. ഒരു പൂച്ചയല്ലേ, ഓടിച്ചു വിട്ടാൽ പോരെ എന്നൊന്നും കരുതണ്ട. കാരണം ലോല എന്ന പൂച്ച പോലീസുകാരുടെ അരുമയാണ്. സുധീർ എസ് കുദാൽക്കർ എന്ന സീനിയർ ഇൻസ്പെക്ടർ ആകട്ടെ മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി രാപ്പകൽ പ്രവർത്തിക്കുകയെന്ന ആളുമാണ്. അഞ്ജലി ഉണ്ടോ നമുക്കിപ്പം? അഞ്ജലി, ഈ ലോലയുടെ വിശേഷങ്ങൾ കാണുമ്പോൾ സ്വയം അങ്ങ് തോന്നുകയാണ് ഈ ലോലയെ പോലെയൊക്കെ അങ്ങ് ജനിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന്. എന്തൊക്കെയാണ് ലോലയുടെ വിശേഷങ്ങൾ? അതെ, പലപ്പോഴും നമുക്കിങ്ങനെ ഒരു ചിന്ത വരാറുണ്ട്. നമുക്കറിയാം, നമ്മൾ പണ്ട് സ്കൂളിൽ പോയി കൊണ്ടുവന്നപ്പോൾ പൂച്ചയൊക്കെ വീട്ടിൽ കിടന്ന് നമ്മൾ ഈ പൂച്ചയായിട്ടൊന്ന് ജനിച്ചാൽ മതിയായിരുന്നു, അങ്ങനെയാണ് സ്കൂളിലൊന്നും പോകേണ്ടത്. ഇപ്പോൾ ഈ ലോലയുടെ കാര്യം എടുത്ത് നോക്കുകയാണ്. മുംബൈയിലെ ഒരു സീനിയർ ഇൻസ്പെക്ടറുടെ ചെയറിലാണ് ഈ ലോല കയറി കിടക്കുന്നത്. ലോലയെ ഈ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർ ഒരുപക്ഷെ തോന്നിയ ലോല ഇറക്കി വിട്ടാൽ പോരെ, പ്രശ്നം തീർന്നില്ല. പക്ഷേ ലോല പണ്ട് തൊട്ട് ഈ പോലീസ് സ്റ്റേഷനിലാണ് വസിക്കുന്നത്. ഈ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു മൃഗസ്നേഹിയാണ്. അതുകൊണ്ട് തന്നെ ലോലയെ പരിപാലിക്കുകയും എല്ലാം ചെയ്യുന്നത് അദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ലോല ഇറക്കി വിടാനൊന്നും അദ്ദേഹത്തിന് തോന്നുന്നില്ല. ലോലെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തീറ്റ കൊടുത്തു എല്ലാം പരിപാലിക്കുന്നത്. അതുകൊണ്ട് ലോലയ്ക്ക് അവിടെ ഒരു അധികാരമുണ്ട് ആ പോലീസ് സ്റ്റേഷൻ എന്ന് വേണം പറയാൻ. ആ ലോല അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെയറിൽ കയറിയിരിക്കുകയും അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അദ്ദേഹമാണെങ്കിൽ ഈ ലോലയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഇറക്കി വിടാനോ അദ്ദേഹത്തെ ആ പൂച്ചേനെ തല്ലി ഇറക്കി വിടാനോ ഒന്നും തന്നെ അദ്ദേഹം ശ്രമിക്കുന്നില്ല. അദ്ദേഹത്തെ പോലെ തന്നെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ അവരൊന്നും തന്നെ ലോല ഒന്നും ഉപദ്രവിക്കുന്നൊന്നുമില്ല. അതവിടെ സുഖമായി ജീവിക്കുകയാണ് ആ പോലീസ് സ്റ്റേഷനിൽ. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ കാണാൻ ലോല എന്തുമാത്രം സന്തോഷമുള്ള ഒരു പൂച്ചയായി കാണുന്നു എന്ന്. ഈ ലോലയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ലോല അവിടെ യാതൊരു വിധത്തിലുള്ള എന്ത് നശിപ്പിക്കുകയോ സാധനങ്ങൾ പൂച്ചകൾക്കിടയിലെ VVIP ആണ് ലോല എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. അഞ്ജലി.